പ്രാണൻ കയ്യിൽ പിടിച്ച് വന്നവരാണ് ഇവർ. എല്ലാം അവിടെയായിരുന്നു. ആ വെള്ളാർമലയുള്ള ഒരുപക്ഷെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങൾ ചൂരൽമലയോട് ചേർന്ന് ചൂരൽമലയിലെ ആ പ്രദേശത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവർ. മുണ്ടക്കയിലെ കാര്യങ്ങൾ ഇപ്പോഴും ഇവർക്ക് അറിഞ്ഞുകൂടാ. നമുക്കും അവിടെ നിന്നുള്ള ആളുകൾ പറയുന്നതിനപ്പുറത്ത് കൃത്യമായ വിവരങ്ങൾ എന്ത് എന്നതിനെ പറ്റിയൊന്നും ധാരണയില്ല. 230 പേരാണ് മേപ്പാടി സ്കൂളിൽ ഇപ്പോഴുള്ളത്. ഈ ക്യാമ്പിൽ നിന്ന് ഇനി ഇവർക്ക് ചെന്നെത്തേണ്ടുന്നത് എങ്ങോട്ട്? വലിയ അനിശ്ചിതത്വങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ എന്ന് മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. ഈ വിഷയം ശരിക്കും പുത്തുമലയുടെ ദുരന്തം കഴിഞ്ഞ് ഇവിടെ വന്ന് നിന്നിട്ടുള്ളതാണ്. എനിക്ക് ആ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളിൽ കണ്ടതിനേക്കാളും സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ്, മുഖങ്ങളാണ് ഇവിടെ കാണുന്നത്. കാരണം കൊച്ചു കുട്ടികൾ വരുന്നു, ഇവർ നിൽക്കുന്നത് ഒക്കെ ആ വിധത്തിൽ വലിയ എന്താ പറയുക ദിവിഷ, ശരിക്കും ഒരു അവിടെ മുണ്ടക്കയിൽ തന്നെയായിരുന്നു വീട്. ഞങ്ങള് അവിടെ പഠിപ്പിച്ച് 28 വർഷം പഠിപ്പിച്ചിരുന്ന അവിടെ ആ സ്കൂളാണ് ഇപ്പോൾ വെള്ളാർമല സ്കൂള്. മോഹൻരാജ്. നല്ല സ്കൂളാണ്, മനോഹരമായ സ്കൂള് പറഞ്ഞിരുന്നേ. അതെ, ആ സ്കൂളാണ് ഇപ്പൊ മുഴുവനായിട്ടില്ലാതായത്. കുട്ടികളെ ആരെങ്കിലും വിളിച്ചിരുന്നു? അപ്പൊ എല്ലാരെയും വിളിച്ചിരുന്നു. പലരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സാറ് പഠിപ്പിച്ച കുട്ടികളെ കുറെ പേര് പോയിട്ടുണ്ട്. കുറെ പേര് മണ്ണിന്റെ അടിയിലായി പോയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല, കുറെ പേരെ കിട്ടിയിട്ടില്ല. അങ്ങനെയാണ്. വീട് അവിടെ തന്നെയായിരുന്നു? ഞങ്ങൾ ഇവിടെയായിരുന്നു. സ്ഥലം വിറ്റിട്ട് ഞങ്ങൾ പോന്നതാണ്. പക്ഷെ ആ കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? കുട്ടികളെ പഠിപ്പിച്ച കുട്ടികളല്ലേ. 28 വർഷം വെള്ളാർമല സ്കൂള് ദിവിഷ, അത് ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ വെള്ളാർമല ആയിരുന്നത്. ആ പ്രദേശമാണ് ആ എല്ലാം ഒലിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ടായത്. മുണ്ടക്കൈ മേഖല ഇന്നലെയാണ് കമല അവിടെ പുഞ്ചരിവട്ടത്ത് പോയിട്ട് ഒരു 4 മണിയോടെയാണ് അവിടെ വലിയ മഴ പെയ്യുന്നു. ഏറ്റവും വലിയ രൂക്ഷമായ മഴ പെയ്തിറങ്ങുന്നതിൻ്റെ ആ ദൃശ്യങ്ങളൊക്കെ കമല എടുത്തത് വൈകിട്ടാണ് 4 മണിക്ക്. ആ പ്രദേശം ഇപ്പോൾ ഈ ഭൂമുഖത്തില്ല എന്നുള്ളതാണ് പറയാവുന്ന കാര്യം. ദിവിഷ്, ശരിക്കും പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അനിശ്ചിതത്വങ്ങളിലേക്ക് അരനിമിഷം കൊണ്ട് മനുഷ്യൻ വലിച്ചെറിയപ്പെടുന്നതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണുകയാണ്. വരാൻ കണ്ടത് ഒന്നുമല്ല എന്നേ ഞാൻ പറയുന്നു.